വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളെല്ലാവരും കൂടി സഹലയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ 5 മണിക്കാണ് ഗൈസ്. 5 മണിയുടെ ബസ്സിന് പോകാനായിട്ട് അതിന് മുമ്പായിട്ട് ഫുഡ് കഴിക്കാൻ ഓക്കെ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ പോവുകയാണ് ഗൈസ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ കഴിച്ചിറങ്ങി ഇനി ബസ് കയറാൻ പോവുകയാണ്. ഇങ്ങോട്ടാ പോകുന്നത്? സഹലയുടെ വീട്ടിൽ. സഹലയുടെ വീട്ടിൽ നമ്മളെ കേറ്റും. ഞാൻ ആലോചിക്കാം. അവിടെ എന്താ സ്പെഷ്യൽ? എന്താ സ്പെഷ്യൽ? എല്ലാം കണ്ടറിയാം. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. എനിക്കറിയത്തില്ലടി വന്നെന്ന് പറഞ്ഞു. ബസ്സിനകത്ത് വെച്ച് നമ്മുടെ അബ്ബാസ് നോമ്പെടുക്കാൻ പോവുകയാണെങ്കിൽ നോമ്പ് മുറിക്കാൻ പോവുകയാണ്. അത് കാണാം. വേണ്ട നീ അവിടെ ഇരുന്നാൽ മതി. സഹല നോമ്പ് തുറക്കുകയാണ് ഗൈസ്. ഇത്രയും പേര് മുമ്പേ എങ്ങനെയാണ് ഒറ്റയ്ക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തീറ്റി നമ്മളുടെ എത്താറായി. സഹലെ കാണാം ഇതിലൊക്കെ. ചുമ്മാ ഷോയ്ക്ക് വാങ്ങി അടിച്ചതാണ്. പിന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചിട്ട് കിട്ടിയതാ. 10 ലേബിൾസ് ഇവിടെ ഇല്ല. ഗൈസ് ഹോം ടൂർ ആണ്. അപ്പൊ ഇവിടെ സഹല കുറെ ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. സഹലയല്ല എന്നാലും ഞാൻ ഇതിലൊന്നും എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ല. ഓക്കെ. ഇത് ഒറിജിനലാണോ? സോറി. ഗൈസ് നമ്മൾ ഇനി തന്നെ ടെറസിലേക്കല്ലല്ലോ PG. സഹലയുടെ വീടിന്റെ മുകളിലേക്ക് PG ആണ് ഗൈസ്. അത് കാണാൻ പോവുകയാണ്. ഇവിടെ എല്ലാരും എവിടെ പോയി? ഇവിടെ ഉള്ള പിന്നെ ഒരു ചേച്ചി ജോലിക്ക് പോയപ്പോ. അപ്പൊ ബാക്കി വീഡിയോ ഒക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിട്ട് എടുക്കുന്നതാണ്. നമ്മളതാ ഫുഡ് കഴിക്കാൻ പോകുന്ന ഇന്നത്തെ സഹലൊരു വലിയ സ്പെഷ്യൽ കണ്ടോ? അവനോട് വേണ്ട.
അയ്യോ ഗൈസ് ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായ എനിക്കറിയില്ല. ഗൈസ് നമ്മളെല്ലാം കഴിച്ചു. ഇനി എന്താ പരിപാടി? തിങ്കളാഴ്ച പരീക്ഷ എല്ലാം അങ്ങോട്ട് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് ഗൈസ്. നമ്മൾ ക്ഷീണം കാരണം നമ്മൾ ഇന്ന് ഉറങ്ങാൻ പോവുകയാണ്. നമ്മൾ നാളത്തെ ഡേ ഔട്ട് ഫുൾ വ്ലോഗായിട്ട് ഇടുന്നതാണ് ഗൈസ്. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ്. പഠിക്കുന്നില്ലേ എന്ന് ഇത്രയും നേരം ഉറങ്ങി കിടന്ന് അവളാണ് നമുക്ക് പോകണ്ടേ കിടക്കാൻ? ഇവിടെ ഇനി സ്ഥലമില്ല ഗൈസ്. നമ്മൾ അപ്പുറത്തെ റൂമിൽ കിടന്നു. ബൈ ഗൈസ്. ബൈ ഗുഡ് നൈറ്റ്. ഞാനുണ്ട്. സോ ഗൈസ് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഗുഡ് നൈറ്റ് നൈറ്റ്. അപ്പം നാളെ അത് സഹല എവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. എറണാകുളം ഫുൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്തല്ലേ എന്തൊക്കെ കാണിച്ചു തരുന്നത്. അപ്പം നാളത്തെ വീഡിയോ ഞാൻ ഫുൾ എടുക്കുന്നതാണ്. ഇന്ന് എല്ലാവരും ക്ഷീണം കാരണം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ബൈ ബൈ. ഇത്രയും നേരം എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞില്ലേ? വാ കഴിക്കാം. നമ്മളെല്ലാം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഗൈസ് ഇന്ന് നമ്മൾ ഏതോ ഒരു മാളിൽ പോവുകയാണ് ഗൈസ്. എല്ലാവരും ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വെയിലടിക്കുന്നു ഗൈസ്. നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത് അബ്ബാസ് അങ്കിളാണ്. ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാടി? ഗ്രാൻഡ് മാളിലേക്ക് പോവുകയാണ് ഗൈസ്. നേപ്പാളല്ല ഗ്രാൻഡ് മാൾ. ഓക്കെ ബാക്കി വീഡിയോ ഒക്കെ അവിടെ വെച്ചെടുക്കണം. ഗൈസ് നമ്മൾ അങ്ങനെ ഗ്രാൻഡ് മാളിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ നിങ്ങൾക്ക് ആദ്യം പോകണ്ടേ? എത്ര സ്ഥലങ്ങളുണ്ട്. എവിടെയാന്ന് വെച്ചാൽ ഗൈസ് നമ്മളിപ്പോൾ ട്രെൻഡ്സിൽ നിന്ന് മാറിയപ്പോൾ മാക്സ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു പോ ഇട്ടിട്ട് ഇങ്ങനെ കൊള്ളാം. നമ്മളുടെ ഇപ്പൊ ഫ്ലാഷ് ബോർഡിൽ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഗൈസ് ഹൗ വാസ് അവർ ഫോട്ടോ? കുറെ വായി നോക്കിയാൽ നമുക്കിപ്പോ ഇവിടെ കാണാം. വർഷക്ക് ഏതോ നല്ല ചെറുക്കനെ കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ പെണ്ണിനെ വാങ്ങി. അത് ലെസ്ബിയനാണ്. അവരുടെ ഡ്രസ് മേക്കപ്പ് ഹെയർ സ്റ്റൈൽ. പ്രോ ഡ്രൈവേഴ്സ്. പ്രോ ഡ്രൈവർ. ഇതിലേത് അടി എടുക്കണം? നിനക്കത് വള എടുക്കാനില്ലേ? വള എടുക്കണം. ഒന്നിങ്ങോട്ട് വരൂ. മതി മതി വാ 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 വാ. സഹല ഈ നാട്ടിൽ ഉള്ളതല്ലേ? നമ്മൾ അങ്ങനെ ഇവിടെ ഗ്രാൻഡ് മോളിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. വെറുതെ 2 മണിക്കൂർ കളഞ്ഞ്. അതെ ഓക്കെ ബൈ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ മിയോ ഗസ്റ്റിൽ വന്നിട്ടുണ്ട്.
ഇത് കണ്ട ഗൈസ്, നിങ്ങൾ ഇത് കാണുക. സഹലയ്ക്ക് നോയമ്പാണ് ഗൈസ്. എന്നിട്ട് എന്റെ മുമ്പിലിരുന്ന ഒരു നാണോ ഇല്ലാതെ ഇവരൊക്കെ തിന്നുവാണ്. പിന്നെ വിളിച്ചെടുത്തിട്ട് പട്ടിണിക്കിരുന്നോ? ഞാനൊന്നും പറയണല്ലോ, ഞാൻ കൊണ്ടുവന്നില്ല. പാവള അവള് പാഴ്സൽ എടുത്ത് ഗൈസ്. പിന്നെ അവിടെ പോകുമ്പോൾ നമുക്കൊന്നും തടവ് കഴിക്കും. അതെ അതെ നമ്മളങ്ങനെ ഇന്നത്തെ ഡേ ഔട്ടൊക്കെ കഴിഞ്ഞ് ഉച്ചയപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ബിസി കിട്ടിയ നല്ല വെയിലായിരുന്നു, ഫുൾ ടാനായിരുന്നു. എല്ലാവരും ക്ഷീണിച്ച് ടാനൊക്കെ അടിച്ചിരിക്കുന്നു. എങ്ങനെയൊന്നും ശരിയായി അങ്ങോട്ട് സ്വിഫ്റ്റ് ഉണ്ട്, അങ്ങോട്ട് സ്വിഫ്റ്റ് ഉണ്ട്. പക്ഷെ നിനക്ക് എക്സാം എഴുതാൻ നീ അവിടെ കോളേജിൽ വെളുപ്പാകാലത്ത് സ്വിഫ്റ്റ് ഇല്ല. അതെന്താ ആ സമയത്ത് സ്വിഫ്റ്റ് അല്ല. നിങ്ങളിപ്പോ കാണുന്നത് KSRTC പോരാ, സ്വിഫ്റ്റ് വേണമെന്നുള്ള എന്തിനാ സഹലെ നീ എന്നിട്ട് ഇങ്ങനെ കൊല്ലുന്നതെന്നും ചോദിച്ചുകൊണ്ട് ഒന്നാമത് ഞാൻ ബസ്സാ ബുക്ക് ചെയ്തേക്കണത്. അപ്പൊ എനിക്ക് ദൂരെ സ്വിഫ്റ്റ് പോകണമെന്ന് ആഗ്രഹം. എന്തുകൊണ്ട് ചോദിച്ചില്ല സഹല, എന്തുകൊണ്ട് ഗിഫ്റ്റ് പോകേണ്ട എന്താ സഹല എറണാകുളം വരെ വിളിച്ചിട്ട് നല്ലൊരു ബസ് ബുക്ക് ചെയ്ത് ആശിപ്പിച്ചിട്ട് അവള് ഞങ്ങളെ കേസെടുത്ത് സ്വിഫ്റ്റ് ബുക്ക് ചെയ്തിട്ട് KSRTC കൊണ്ടുപോകും. ഒരു വണ്ടി ക്യാൻസൽ ആയി പോയി, ഒരു വണ്ടി കുടിച്ചിട്ടാ. ആദ്യത്തെ വണ്ടി ബ്രേക്ക് ഡൗൺ. നിങ്ങൾ വരാൻ അവിടെ ഏതൊക്കെയാ ഫാസ്റ്റ് പറയുന്നതാണ് നിങ്ങൾക്ക് കാണാം. ഒന്നും മനസ്സിലാവില്ല. കൊളിക്കട്ടി എന്നൊക്കെ ബസിന്റെ കാര്യം പറഞ്ഞപ്പോ തൊലിക്കട്ടി പറ, നീ ഉദ്ദേശിച്ച പറ. ഇന്നത്തെ ഏത് ഭാഷ പകുതി ഞാൻ പിറക്കെങ്കിൽ നിങ്ങൾ പറയുക ഗിഫ്റ്റിയുടെ ചിരി ക്യൂട്ടല്ലേ എന്ന്. ഗിഫ്റ്റ് മോളെ മോളെ ചിരി ക്യൂട്ട് ഗിഫ്റ്റ് പറയും, അതിട്ടൊക്കെ തുടങ്ങി ചിരി. ഉച്ചയ്ക്ക് ഇവിടുത്തെ സ്പെഷ്യലാണ് ഗൈസ്. ഇവിടെ നമ്മൾ വന്നുകൊണ്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ന് വരുമ്പോ ഒന്നും കാണത്തില്ല. ഫസ്റ്റ് ടൈം നോമ്പ് തുറയുടെ ഒരുക്കങ്ങളാണിത്. എനിക്ക് പറ്റിയതുണ്ട് കേട്ടോ. ചേട്ടാ ഇനി ലുക്ക് തന്നെ ലുക്ക് എന്നു കണ്ടോ ശരി വേറൊരു കഞ്ഞി കിട്ടുമല്ലോ. അത് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് സഹലയാണ് ഗൈസ് ഇവിടുത്തെ വീഡിയോഗ്രാഫർ. നോമ്പാറ അടിപൊളി കഴിച്ച് വയറാണ്. ഗൈസ് നാളെ എക്സാം ആയിട്ട് പിള്ളേരുണ്ടോ ഒരു ഇതില്ലാണ്ട് കൈ കെട്ടി നിക്കുവേ കുറച്ചേരം ആലോചിച്ചിട്ട്. നിങ്ങൾ കാണുന്നത് സ്വന്തമായിട്ട് പഠിപ്പിക്കുന്ന സാറിനെ പറ്റി പറയുന്നത്. ഞാൻ അങ്ങനെ പറയുവോ? ഇപ്പൊ കേട്ടല്ലോ. ഒന്നും പറയല്ല. പക്ഷെ നമ്മളെ സാറിന്റെ സ്വഭാവം സൂപ്പർ നല്ലതാണ് ഗൈസ് പറഞ്ഞത്. തെറ്റിയിരിക്കുന്നത്
നാട്ടിലെ കണ്ണിന് ഇമിറ്റേറ്റ് ചെയ്യണം ഗൈസ്, ഇമിറ്റേറ്റ് ചെയ്യണം മാത്രം. ഇവിടെ നാട്ടെ എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ഡെഡിക്കേറ്റഡ് ഗേൾ. ബാക്കിയെല്ലാം അവിടെ നിന്ന് റീലും കണ്ടിരിക്കുകയാണ്. അതെ ഗൈസ് നമുക്ക് സഹലയുടെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കിട്ടി. ആണോ വരുന്നുണ്ടേ? നിങ്ങളിപ്പോ കാണുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ മുത്താത്തയാണ്. അല്ല, എന്താണ് പറയാനുള്ളത് ഷമീർ പെരുമറ്റം? സോ ഗൈസ് നമ്മൾ നൈറ്റ് ഒരു വോക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ കണ്ണ് ബാക്കിലൊരു കണ്ണാടി മാത്രം കാണാം. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലെത്തി ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് പ്രാവശ്യം ഉണക്കുന്നത് രാവിലത്തെ പോലെ ഇന്നും ഇപ്പോഴും വെറുതെ കിടന്ന് കറങ്ങുന്നു. ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി എഗെയിൻ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത ഫുഡ് ഇവര് കറക്റ്റ് ഇവിടുത്തെ കണ്ടോ ഗൈസ്. അബ്ബാസ് അങ്കിൾ നമുക്ക് വേണ്ടി മേടിച്ചോണ്ടെന്ന സാധനങ്ങളാണ് കടവിടെ മേടിച്ചിട്ട്. സോ ഗൈസ് നമ്മളിപ്പോ സഹലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഇപ്പോൾ 2:45. എത്ര മണിക്കാണ് ബസ്? 2:45 ഇറങ്ങും. ബസ് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചുള്ള എനിക്ക് പോകണ്ട വരാൻ നല്ല സന്തോഷം. നമ്മളങ്ങനെ പത്തനംതിട്ടയിലെത്തി കഴിച്ചു. പത്തനംതിട്ട എത്തി ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഗിഫ്റ്റ് പോൾ ഉറങ്ങിയോ ബസ്? ഇല്ല, ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടോളായിരുന്നു. ബസ് ആടിയത്. ഞാൻ ശരിക്കും ബസ് ഞാനിവിടെ ഇരിക്കും. ഇങ്ങാ വരുന്നേ, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിപ്പോയില്ല. ഞാൻ സുഖമായിട്ട് ഉറങ്ങി. അതിന്റെ പാടൊക്കെ മുഖത്ത് കാണാം. ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ. അവിടെ കൈയുടെ നീളം നോക്കി കാണിച്ചത്. കൈയുടെ നീളം അതല്ല. നമ്മളൊരു 8-8:30 ആയപ്പോൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കോളേജ് എത്തിയിട്ടുള്ള നമ്മുടെ അവസ്ഥ. ക്ഷീണം കാരണം എല്ലാവരും ഭയങ്കര ഉറക്കമാണ്. എക്സാം ആയതുകൊണ്ട് ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.